ഹായ് ഡിയർ, സുഗമോദേവി സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഋഷിയെയും കൂടെ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് പ്രകാശനാണെങ്കിൽ. ഋഷിയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി അതിൽ നിന്ന് നന്ദനെ കൊടുക്കാനാണ് നമ്മുടെ പ്രകാശിൻ്റെ വലിയൊരു പദ്ധതി തന്നെ. എന്നാലും ഋഷിയോട് വലിയ സ്നേഹത്തോടൊക്കെ കാര്യമായിട്ട് തന്നെ സംസാരിച്ചിട്ടാണ് ഋഷിയെ ഇങ്ങോട്ടേക്ക് ഗുണ്ടായസിൻ്റെ ഇതൊക്കെ കാണിച്ചത് കൊണ്ട് തന്നെയാണ് ഋഷി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് തന്നെ. അപ്പോഴേക്കും ഋഷി പറയുന്നുണ്ട്, താൻ എന്തിനാടോ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, തന്നോട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എനിക്ക് തന്നെ അറിയുക പോലുമില്ല. അപ്പോൾ പ്രകാശം പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സാറേ, ഇതൊന്നും പറഞ്ഞിട്ട് ഇവിടെ വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് സ്നേഹിക്കാനൊന്നുമല്ലെന്ന് തനിക്ക് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് കൂടുതൽ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ബഹളം വെച്ചാലും ഇവിടെയുള്ള ആൾക്കാരൊന്നും ആരും തന്നെ അത് അറിയാനും പോകുന്നില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കാനും സംരക്ഷിക്കാനൊന്നും വന്നയാളൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമ്മിൽ മിത്രങ്ങളാണ്. പക്ഷേങ്കിൽ എനിക്ക് ആ മിത്രമാവാൻ ഇപ്പം കഴിയില്ല. നന്ദൻ കാരണമാണ് ഞാൻ ജയിലിൽ കിടന്നത് ഒരുപാട് വർഷത്തോളം. ആ വർഷത്തോളം കിടന്നനുഭവിച്ച വേദനകൾ അവനും അറിയണം നന്ദൻ. അതുകൊണ്ടാണ് നന്ദനെ ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഋഷി, നീ ആദ്യമേ മരിച്ചതാണല്ലോ. നീ മരിച്ചത് കൊണ്ട് തന്നെ നിന്നെ വെച്ചാണ് ഇപ്പോൾ ഞാൻ അടുത്തൊരു കളി കളിക്കാൻ പോകുന്നത്. നീ എന്തായാലും മരിച്ചത് കൊണ്ട് തന്നെ നിന്നെ ഇപ്പോൾ കൊന്നാലും അത് നന്ദൻ്റെ പേരിൽ മാത്രമേ പോകുകയുള്ളൂ. കാരണം നിന്നെ കൊന്ന പശ്ചാത്താപത്തിൽ അവൻ ഇപ്പോഴും ജീവിക്കുകയാണ്. അവനെയാണ് ഇങ്ങനെ നിന്നെ എപ്പോഴും ഓർക്കും, നിന്നെ കാണും, നിന്നെ പേടിയൊക്കെയാണ് എന്നൊക്കെയാണ് ഇവനിങ്ങനെ വിളിച്ചു പറയുന്നത്. കുറച്ച് നാൾ കൂടെ കഴിഞ്ഞാൽ അവനത് പ്രാന്തായിട്ട് മാറിക്കോളും. അപ്പോഴെന്തായാലും എന്നെ ആരും അന്വേഷിച്ച് വരില്ല. എന്തായാലും നിന്നെ കൊന്നാലും ആരും എന്നെ അന്വേഷിച്ച് വരില്ല എന്നൊക്കെ ഇങ്ങനെ പ്രകാശൻ പറയുന്നുണ്ട് ഋഷിയോട്. ഋഷിയാണേ പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ നിങ്ങളോട്. അവനെ കൊടുക്കാൻ വേണ്ടി എന്നെ എന്തിനാണ് നിങ്ങൾ കരുവാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രകാശൻ പറയുന്നുണ്ട്, മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല ഋഷി. അല്ലാതെ എനിക്ക് തന്നെ കൊടുക്കണമെന്നോ കൊല്ലണമെന്നോ ഒരാഗ്രഹം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴടുത്താണ് ഞാൻ നിങ്ങളുടെ നാടകങ്ങളൊക്കെ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ കൊല്ലാതിരിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം തന്നെ കൊന്നാൽ മാത്രമേ എനിക്ക് നന്ദനെ ജയിലിനകത്താക്കാൻ കഴിയുള്ളൂ. എന്തായാലും അവനും കുറച്ചു കാലം അവിടെ നിന്ന് ഉണ്ടയൊക്കെ തിന്നിട്ട് വരട്ടെ. ഇത്രയും കാലം ഞാൻ തിന്ന ഉണ്ടകളെല്ലാം അവനെ കൊണ്ട് ഞാൻ തീറ്റിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പ്രകാശനാണെങ്കിൽ. പ്രകാശന് വമ്പൻ തിരിച്ചടിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നന്ദനും നമ്മുടെ ദേവിയൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ പ്രകാശിന് അറിയില്ല. അതൊക്കെ ഒരു അടുത്ത എപ്പിസോഡിലായിട്ടായിരിക്കും കാണിക്കാൻ പോകുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ദേവികയുടെ അനിയത്തി പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നന്ദേട്ടനാണെങ്കിൽ ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദേവികയാണെങ്കിൽ ശാരികയോട് പറയുന്നുണ്ട്, തെറ്റുകൾ ചെയ്യാത്തതായിട്ട് ഈ ലോകത്ത് ആരുമില്ല ശാരി. അതെന്തായാലും നാളെ എനിക്കും സംഭവിച്ചേക്കാൻ പറ്റുന്ന തെറ്റുകളാണ്. തെറ്റുകൾ തിരുത്തി അയാൾ പൂർണ്ണതയോടെ പിന്നീടും അത് ആവർത്തിക്കില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അയാളോട് പൊറുക്കാം. കാരണം തെറ്റ് ചെയ്യുന്നത് മാനുഷികമാണ്, അത് പരിഗണിക്കുന്നതാണ് ദൈവികമെന്നൊക്കെ ദേവികയാണെങ്കിൽ ശാരികയോട് പറയുന്നുണ്ട്. ശാരികയ്ക്കാണെങ്കിൽ ഇതൊന്നും വലുതായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം ശാരിക പറയുന്നുണ്ട്, ചേച്ചിയെ മറന്ന് ഒന്നും തന്നെ ചെയ്യണമെന്നില്ല. എന്തായാലും നന്ദേട്ടനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പ്. അല്ലെങ്കിലും നന്ദേട്ടനെ കാണാതിരിക്കുന്നതിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിയുടെ അമ്മായിയമ്മയുടെ സ്വഭാവമൊക്കെ മനസ്സിലായില്ലേ? പ്രഭാവതിക്കാണെങ്കിൽ നല്ല കാര്യം ചെയ്താൽ മാത്രമേ ചേച്ചിയെ വലിയ സ്നേഹമുള്ളൂ. ഇപ്പം തന്നെ ചേച്ചി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് നന്ദേട്ടനെ കണ്ടുപിടിക്കാൻ. അതൊന്നും അവർ മനസ്സിലാക്കാതെ ചേച്ചിയെ ഇത്രത്തോളം കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നില്ലേ? ആകെ ചേച്ചിക്ക് അവിടെ സപ്പോർട്ടെന്ന് പറയാൻ സിദ്ധാർത്ഥൻ അച്ഛൻ മാത്രമേ ഉള്ളൂ. അയാൾ മാത്രമാണ് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. മറ്റാരും തന്നെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ ചേച്ചിയെ. എന്തു പറഞ്ഞാലും പ്രഭാവതി അവരുടെ മകന് നേരെയാണ് നിൽക്കാറുള്ളൂ. ഇപ്പം എന്തായി? അവസാനം ആ മകനെയും കാണാതായി. ഇനിയിപ്പോൾ അവർക്കാണെങ്കിൽ ആകെ മൊത്തം ഒരൊറ്റപ്പെട്ട അവസ്ഥയായിരിക്കും. അത് കുറച്ച് നാൾ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നൊക്കെ ശാരികയാണെങ്കിൽ ദേവികയോട് പറയുന്നുണ്ടെങ്കിലും ദേവിക പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരമ്മയുടെ വേദനയാണ് അവരെന്നോട് കാണിക്കുന്നത്. അവരെന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ. പക്ഷേ എനിക്കറിയാലോ സത്യം എന്താണെന്ന്. ഞാൻ നന്ദനെ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. കണ്ടു കിട്ടാത്തത് എന്താണെന്ന് എനിക്കും അറിയില്ല. എവിടെയൊക്കെ പോലീസിനെ അന്വേഷിപ്പിക്കാൻ വിട്ടു, ഒരു ഡീറ്റെയിൽസും ഇന്നുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ഇതിൻ്റെ പിന്നിൽ വലിയ ആരോ കളിക്കുന്നുണ്ട്. എന്തായാലും ഇസബെല്ലയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇസബെല്ലയൊക്കെ ആണെങ്കിൽ എന്നേ നന്ദൻ പുറത്ത് വന്നേനെ. പക്ഷേങ്കിൽ ഇതിൻ്റെ പിന്നിൽ മറ്റാരോ ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവികയാണെങ്കിൽ. അതിനുശേഷം നന്ദൻ്റെ ചേച്ചിയുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ മറ്റൊരു ആൾ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ ആ ആളുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നന്ദനെ കണ്ടുമുട്ടാൻ നല്ലൊരു ചാൻസ് തന്നെ ഉണ്ട്. കാരണം എന്തായാലും ഇപ്പോൾ കഥ വേറൊരു വഴിക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് നന്ദനെ കാണുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.